അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 14/11/2025 ആമുൽ ഉസ്ര എന്ന ശീർഷകത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധ ചെയ്ത ജുമാ ഖുതുബ. നമ്മുടെ കുടുംബം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. കുടുംബത്തെപ്പറ്റിയാണ് ഇന്ന് ഖുതുബയിൽ ഖത്തീബ് നമ്മളോട് സംസാരിച്ചത്. ആ കുടുംബം ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന തലമുറ ഇവിടെ സംവിധാനിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ഈ രാജ്യത്തെ ഇങ്ങനെ നിർമ്മിക്കുന്നത് ഈ കുടുംബ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ്. കുടുംബം ഏറെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. രാജ്യം നമ്മളോടത് ആവശ്യപ്പെടുന്നതുമാണ്. ഇവിടെ ജീവൻ നിലനിൽക്കുന്നതും തലമുറകൾ മാറി മാറി വരുന്നതും ഈ ഭൂമിയെ കാണുന്ന വിധത്തിൽ പരിപാലിക്കുന്നതുമൊക്കെ കുടുംബ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടിട്ടാണ്. കഴിഞ്ഞുപോയ നബിമാർ, പ്രവാചകന്മാർ അവരൊക്കെ കുടുംബജീവിതം നയിച്ചവരായിരുന്നു. അള്ളാഹു അവരെപ്പറ്റി നമ്മളോട് പറയുന്നുണ്ട്, വലഖദ് അർസൽനാ റുസുലം മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജം വദുർരിയ. നാം താങ്കൾക്ക് മുമ്പ് ഇവിടെ നബിമാരെ പറഞ്ഞയച്ചു, അവർക്ക് ഇണകളെയും സന്താനങ്ങളെയും നൽകി. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബം, വആല ഇബ്രാഹിം വആല ഇമ്രാൻ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബം, ആലി യാക്കൂബ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന നബിമാരും അവരുടെ കുടുംബങ്ങളുമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം, മൂസാ പ്രവാചകൻ, അവരുടെ ഉമ്മ, അവരുടെ സഹോദരൻ, അവരുടെ സഹോദരി, ഈസാ പ്രവാചകൻ, അവരുടെ മാതാവ്, എല്ലാവരുടെയും മേൽ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം ഉണ്ടാവട്ടെ. ഇതൊക്കെ നബിമാരുടെ കുടുംബങ്ങളാണ്. ഖുർആൻ നമുക്കിത് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നത് നാം അവരെ അനുധാവനം ചെയ്യാനും അവരെ പിൻപറ്റി ജീവിക്കാനുമാണ്. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. ഇവരെ അള്ളാഹു നേർമാർഗത്തിലാക്കിയിരിക്കുന്നു, അവരുടെ വഴി നിങ്ങളും അനുധാവനം ചെയ്യുക. കുടുംബം ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് നാം പ്രത്യേകം പരിഗണന നൽകണം. ആ കുടുംബ സംവിധാനത്തിൽ നമ്മുടെ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ റബ്ബ് നമ്മളെ ആ കാരണം കൊണ്ട് നാളെ വിചാരണ ചെയ്യും. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആ അഹഫിള അം ദയ്യ ഹത്താ യസ്അല റജുല അൻ അഹ്ലി ബൈത്തി. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അതവൻ നിറവേറ്റിയോ വീഴ്ച വരുത്തിയോ എന്ന് റബ്ബവനോട് ചോദിക്കും. കുടുംബനാഥനോട് കുടുംബാംഗങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ എന്ന് റബ്ബ് പ്രത്യേകം തിരക്കും. കുടുംബം എന്ന് പറയുന്നത് ഒരനുഗ്രഹീതമായ വടവൃക്ഷം പോലെയാണ്. അതിൻ്റെ തണൽ അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്നു. മക്കളുടെ മക്കൾ അങ്ങനെ തലമുറകളായി അതിലെ അംഗങ്ങൾ വർദ്ധിക്കുന്നു. അംഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ കുടുംബത്തിൻ്റെ ഭംഗിയും വർദ്ധിക്കുന്നു. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളുമൊക്കെ കുടുംബജീവിതത്തിലെ നിങ്ങളുടെ ഭംഗികളാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നബിമാർ അള്ളാഹുവിലേക്ക് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ തലമുറ ഭൂമിയിൽ എന്നെന്നും നിലനിൽക്കുന്നവരാകാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാകാനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളിലാണ് നമ്മുടെ സന്തോഷം, സമാധാനം പൂർത്തിയാകുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, ഫഹബിലി മിൻ ലദുൻക വലിയൻ യരിസുനി വയരിസു മിൻ ആലി യാക്കൂബ്. അള്ളാഹുവേ, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെയും എന്നെയുമൊക്കെ അനന്തരമെടുക്കുന്ന ഒരു നല്ല തലമുറയെ എനിക്ക് നീ തരണമേ. സന്താനങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടാകണം. നബി തങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ചതാണ്. ഹദീസിൽ കാണാം, തസവ്വജുൽ വദൂദൽ വലൂദ്. നിങ്ങൾ കൂടുതൽ സ്നേഹമുള്ള സ്ത്രീകളെയും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയും വിവാഹം കഴിക്കുക. അള്ളാഹു അങ്ങനെ സന്താനങ്ങൾ കൂടുതലുള്ളവരെ പ്രത്യേകം ഇഷ്ടപ്പെടും. നാം ഭയപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ. കൂടുതൽ സന്താനങ്ങളുണ്ടായാൽ അവരെ പരിപാലിക്കാനും അവരെ സംരക്ഷിക്കാനും നമുക്ക് കഴിയുമോ?
നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുമോ എന്ന്. സന്താനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബറക്കത്താണ്. ആരൊരാൾക്ക് അള്ളാഹു സന്താനത്തെ നൽകിയോ അതോടൊപ്പം തന്നെ അവർക്കുള്ള റിസ്ഖും അള്ളാഹു കണക്കാക്കി നൽകും. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. വമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്നവർ ആരാണുള്ളത്? അള്ളാഹു പറയുന്നു, നഹ്നു നർസുഖുഹും വ ഇയ്യാഹും, അവർക്കും നിങ്ങൾക്കുമൊക്കെ റിസ്ഖ് ഭക്ഷണം നൽകുന്നത് നമ്മളാണ് എന്ന്. നമ്മുടെ കഴിഞ്ഞുപോയ പിതാമഹന്മാരിലേക്ക് ശ്രദ്ധിക്കൂ. അവർ ജീവിച്ചിരുന്ന സാഹചര്യം എത്രമാത്രം പ്രയാസമുള്ളതായിരുന്നു. അവർക്ക് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. എന്നിട്ടും അവർ കൂടുതൽ സന്താനോത്പാദനം നടത്തി. അവർക്ക് ജീവിത പ്രയാസങ്ങളില്ലാതെ അള്ളാഹു പ്രത്യേകം അവരുടെ സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്തു. സന്താനങ്ങൾ കൂടുതലുണ്ടാവൽ അത് രാജ്യത്തിന് ശക്തിയാണ്, നമ്മുടെ സമൂഹത്തിന് അഭിമാനമാണ്. നമ്മുടെ പ്രായമാകുന്ന വേളകളിൽ നമുക്കത് കൈത്താങ്ങുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിൽ കൂടുതൽ സന്താനങ്ങളുള്ളവരെപ്പറ്റി അഭിമാനം കൊള്ളുകയും ചെയ്യും. അവർക്ക് കൂടുതൽ മക്കളുണ്ടെങ്കിൽ പ്രായമാകുന്ന സന്ദർഭത്തിൽ ആ മക്കളെയൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആനന്ദം എത്രയാണ്. സമ്പത്ത് കൊണ്ട് അവർ സഹായിക്കുന്നു, അവർ പ്രയാസഘട്ടങ്ങളിൽ കൈത്താങ്ങാകുന്നു. നമ്മുടെ മക്കളും പേരമക്കളുമൊക്കെ ഉയർന്ന പദവികളിലെത്തുമ്പോൾ നമുക്ക് ഏറെ അഭിമാനം ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യം UAE 2026 ആമുൽ ലിൽ ഉസ്ര എന്ന ശീർഷകത്തിൽ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് കുടുംബവർഷമായി ആഘോഷിക്കുകയാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. കുടുംബം നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. മീസാഖൻ ഖലീല, അത് ഫലവത്തായ ഒരു കയറാണ് എന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്. കുടുംബത്തോടുള്ള അടുപ്പം നാം കൂടുതൽ വർദ്ധിപ്പിക്കണം. കൂടുതൽ നമുക്ക് സന്താനങ്ങളും പേരമക്കളുമൊക്കെ ഉണ്ടാകണം. അവരെ ഉറച്ച ഈമാൻ ഉള്ളവരായി നല്ല വിദ്യാഭ്യാസം നൽകി സംരക്ഷിച്ച് വളർത്തണം. നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അവരെ നമ്മൾ പ്രത്യേകം പ്രചോദനം നൽകി നല്ല സ്വഭാവക്കാരായി നമ്മുടെ വ്യക്തിത്വം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ ശീലിപ്പിക്കണം. രാജ്യസ്നേഹവും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവരെ പഠിപ്പിക്കണം. ഭരണകൂടത്തോടുള്ള കൂറും പ്രതിബദ്ധതയും അവർക്ക് നാം അറിയിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷയോടുകൂടെ മുന്നേറാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബം സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.